ചരിത്രവും പാരമ്പര്യവും കൈകോർക്കുന്ന തൃശൂർ മാർത്തുമറിയം വലിയ പള്ളി അങ്കണത്തിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നു, പൗരസ്ത്യ കൽദായ സഭയുടെ ഈ കത്തീഡ്രൽ ദേവാലയം ഒരു പ്രതീകമാണെന്ന്. ആരാധനക്രമത്തിലും ഭക്താനുഷ്ഠാനങ്ങളിലും വ്യതിരക്തത പുലർത്തുന്ന ഒരു ജനതയുടെ പ്രതിനിധാനം. പാശ്ചാത്യ നാടുകളിൽ രൂപം കൊണ്ട ക്രൈസ്തവ സഭകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി പൗരസ്ത്യ സഭാ പാരമ്പര്യം ഒത്തുതീർപ്പുകളില്ലാതെ കാത്തുസൂക്ഷിക്കുന്ന കൽദായ സുറിയാനി സഭ ചർച്ച് ഓഫ് ദി ഈസ്റ്റ് എന്ന പേര് തീർത്തും അന്വർത്ഥമാക്കുന്നു. ആഗോള സഭയിൽ അസീറിയൻ ചർച്ച് ഓഫ് ദി ഈസ്റ്റ് എന്നറിയപ്പെടുന്ന തായ്വേരിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിൽ പ്രധാനമായും തൃശ്ശൂരിൽ വളർന്നു വികസിച്ച കൽദായ സഭയുടെ ചരിത്രം, പാരമ്പര്യം, ആരാധനാക്രമം തുടങ്ങി ഏറെ കാര്യങ്ങളുണ്ട് ആഴത്തിൽ പഠിച്ചറിയാൻ. ഞങ്ങൾ ആദ്യമായി ഈ വലിയ പള്ളിയിൽ സന്ദർശനത്തിനെത്തുമ്പോൾ ഈ ദേവാലയത്തിൻ്റെ പ്രാധാന്യം, കൽദായ ക്രമത്തിലെ അനുഷ്ഠാനങ്ങളുടെ സവിശേഷതകൾ, സീറോ മലബാർ സഭ പോലെ മറ്റു സഭകളുമായുള്ള കൽദായ സഭയുടെ സാമ്യവും അന്തരവും തുടങ്ങിയവ മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ പഠനം സഭാശ്രേഷ്ഠനിൽ നിന്നും തുടങ്ങേണ്ടിയിരിക്കുന്നു. കൽദായ സഭാശ്രേഷ്ഠൻ അഭിവന്യ മെത്രാപ്പൊലീത്ത മാർ ഔഗിൻ കുര്യാക്കോസ് തിരുമേനിയുടെ ഭദ്രാസന മന്ദിരം. കൽദായ സുറിയാനി സഭയുടെ പാരമ്പര്യങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ ചരിത്രത്തെ കുറിച്ചൊന്ന് പറയാമോ? പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ചരിത്രം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ തന്നെ ക്രിസ്ത്യാനികളുടെ ചരിത്രമാണ്. 52 സെൻറ് തോമസ് ഇവിടെ വന്ന ചരിത്രം മുതൽ തുടങ്ങുകയാണ് നമ്മുടെ പൗരസ്ത്യ സഭയുടെ ചരിത്രം. ഇവിടെ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ആ സുറിയാനി പാരമ്പര്യം ഇന്നും നിലനിർത്തിക്കൊണ്ടു പോകുന്നുണ്ട്. ആ സുറിയാനി പാരമ്പര്യം പേർഷ്യൻ സഭ, സെലൂഷ്യ ടെസിഫോൺ സഭയിൽ നിന്ന് ഇവിടെ വന്ന പാരമ്പര്യമാണ്. അതുകൊണ്ട് തന്നെ സെൻറ് തോമസിൻ്റെ ഭാഷ സുറിയാനി ഭാഷയാണ്. സെൻറ് തോമസിൻ്റെ പാരമ്പര്യം, സെൻറ് തോമസ് കുരിശ്, ഇതൊക്കെ അതുപോലെ തന്നെ ആരാധനാക്രമങ്ങൾ, ഇതൊക്കെ ഇന്നും അതേ ഭാഷയിൽ തന്നെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സഭയാണ് ഇവിടുത്തെ കൽദായ സുറിയാനി സഭ. നമുക്ക് ഇവിടുത്തെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ അന്ത്യോക്യൻ സഭ ഇവിടെ വന്നു, ജാക്കബറ്റ് സഭ എന്ന് പറയുന്നു. അതിൽ നിന്ന് തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോയ ആളുകൾ ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നു. അതിൽ നിന്ന് തന്നെ മാറിപ്പോയവർ പല രീതിയിൽ പേരിൽ അറിയപ്പെടുന്നു. ഇതേപോലെ തന്നെ 15-16 നൂറ്റാണ്ടിൽ നമ്മുടെ പോർച്ചുഗീസ് അവരിവിടെ വന്നു. അതോടുകൂടെ ലാറ്റിനൈസേഷൻ, ആ പ്രോസസ്സ് ഇവിടെ വന്നു. അതുകൊണ്ട് സുറിയാനി ക്രിസ്ത്യാനികളൊക്കെ ലാറ്റിനൈസേഷൻ്റെ ഭാഗമായിട്ട് ലാറ്റിൻ സഭയുടെ കീഴിൽ കൊണ്ടുപോകാനായിട്ടൊരു ശ്രമം നടത്തി. പക്ഷേ എങ്കിലും ഇവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനികൾ അവരുടെ പാരമ്പര്യവും അവരുടെ വിശ്വാസവും കാത്തു സൂക്ഷിക്കാനായിട്ട് അവരൊരു ശ്രമം നടത്തി. നമ്മുടെ മാതാപിതാക്കൾ അവരുടെ ആ വിശ്വാസത്തോടുള്ള കൂറുകൊണ്ട് അവരത് സർവൈവ് ചെയ്തു. അവരിപ്പോഴും ആ ഒരു സുറിയാനി പാരമ്പര്യത്തിൽ തന്നെ ഇപ്പോഴും മുന്നിലേക്ക് പോകും. തൃശ്ശൂർ പള്ളി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്രം, അതായത് 220 കൊല്ലങ്ങൾക്ക് മുമ്പ് ശക്തൻ തമ്പുരാൻ തീരുമാനിച്ചു സിറ്റി ഡെവലപ്പ് ചെയ്യാൻ. അതിന് കണ്ടുപിടിച്ച ഏറ്റവും എളുപ്പ വഴി ഇവിടെ അടുത്ത് ഉള്ള സുറിയാനി ക്രിസ്ത്യാനികളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുക, കച്ചവടം വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ആ പാർപ്പിച്ച കുടുംബങ്ങൾക്ക് പള്ളി ആരാധന നടത്താനായിട്ട് പള്ളി പണിത് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അവർക്ക് വേണ്ടി പണിത് കൊടുത്ത പള്ളിയാണ് ഇവിടുത്തെ മാർത്ത് മറിയം വലിയ പള്ളി. ചരിത്രപരമായിട്ട്
രാജാവ് കരമൊഴിവാക്കി ഇവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് അവരുടെ ആരാധന നടത്താനായിട്ട് കൊടുത്ത പള്ളിയാണ്. അതിൻ്റെ ഒരു തിട്ടൂരം നമ്മുടെ കയ്യിൽ ഉണ്ട്. മാർത്ത മറിയം പള്ളി എന്നാണ് പറയുക. മാർത്ത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ എന്നാണ്. മാർ എന്ന് പറഞ്ഞാൽ വിശുദ്ധൻ എന്നാണ് അർത്ഥം. ഇപ്പോൾ സ്ത്രീലിംഗം വരുമ്പോഴാണ് മാർത്ത് വരുന്നത്. അപ്പോൾ ഈ പള്ളി മാർത്ത മറിയത്തിൻ്റെ പേരിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ആ പള്ളിയുടെ ആചാരാനുഷ്ഠാനങ്ങൾ പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ ആചാരാനുഷ്ഠാനങ്ങളാണ് ഈ പള്ളിയിൽ ഇതുവരെ അനുഷ്ഠിച്ച് വരുന്നത്. സീറോ മലബാർ സഭ ഉപയോഗിക്കുന്നത് പോലെ തന്നെ അദ്ദായന്മാർ മാറി തക്സയാണ് സാധാരണ ഉപയോഗിക്കുന്ന തക്സ. മാർ തെയാദോറോസിൻ്റെ ക്രമമുണ്ട്, അതുപോലെ മാർ നെസ്തോറിസിൻ്റെ ക്രമമുണ്ട്. തെയാദോറോസിൻ്റെ ക്രമം ഏകദേശം ഒരു കൊല്ലത്തിൽ ഒരു 4-5 മാസത്തോളം അത് വരും. അതിനുശേഷം നെസ്തോറിസിൻ്റെ ക്രമം പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ മാത്രമായിട്ടാണ് അത് വരിക. അങ്ങനെ 3 ക്രമങ്ങളായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കുർബാനയ്ക്കുള്ള. ഉപവാസത്തോടു കൂടിയാണ് ഈ കുർബാന അർപ്പിക്കേണ്ടത്. അത് തലേ ദിവസം രാത്രി ഭക്ഷണം കഴിച്ചാൽ, 12 മണിക്ക് ഭക്ഷണം കഴിച്ചാൽ കുർബാന കഴിയുന്നവരെയാണ് ഈ ഫാസ്റ്റിംഗ്. അതിനുശേഷമാണ് ഭക്ഷണം കഴിക്കുക. കാറോയ, ഹിപ്പതയാക്കന, ഷമ്മാശന, ഈ 3 പട്ടം കിട്ടിയ ഒരാളാണ് ഞാൻ. ഈ 3 പട്ടം കിട്ടിയ ഒരാൾക്ക് മാത്രമേ മദ്ബയിലേക്ക് പൂർണ്ണമായിട്ട് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. മദ്ബയിലെ അച്ഛൻ കുർബാന ചെയ്യുന്ന ആ ബലിപീഠത്തിന് അപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ പൂർണ്ണ ഷമ്മാശന് മാത്രമേ അതിന് അധികാരമുള്ളൂ. വലിയ പള്ളിയുടെ തൊട്ടരികിൽ കൽദായ സഭയിലെ പുണ്യചരിതർ കുടികൊള്ളുന്ന കല്ലറപ്പള്ളി. വേദനകളുടെ നടുവിൽ മനസ്സുരുകി പ്രാർത്ഥിക്കുവാൻ ആളുകളെത്തുന്ന ഇടം കൂടിയാണ്. ഭാരത കൽദായ സഭയിൽ പ്രഥമ വിശുദ്ധനായി പ്രഖ്യാപിതനായ അബിമലേഖ് തിമോത്തിയോസ് വലിയ തിരുമേനിയുടെ കബറിടം സവിശേഷ ശോഭയാർന്ന് നിലകൊള്ളുന്നു. ഇവിടെ ജാതിമത ഭേദമന്യേ എല്ലാവരും തിരുമേനിയുടെ അടുക്കൽ വരുമായിരുന്നു. തിരുമേനിയുടെ അടുക്കൽ വന്ന് തിരുമേനിയുടെ പ്രാർത്ഥനാ സഹായവും അതുപോലെ തന്നെ സൗഖ്യവും വാങ്ങിച്ചു പോയിട്ടുള്ളവരുണ്ട്. സെയിൻറ്റ് മാർ തിമോത്തിയോസ് തിരുമേനി, ഇപ്പോഴത്തെ മാർ തിമോത്തിയോസ് തിരുമേനി വന്നതിന് ശേഷമാണ് ഈ രൂപങ്ങളൊന്നും പാടില്ല, നമ്മുടെ വിശ്വാസ ആചാരങ്ങൾക്ക് എതിരാണ് എന്ന് പറഞ്ഞ് അതിനെ മാറ്റി.
തൃശൂർ മാർത്തുമറിയം വലിയ പള്ളിയുടെയും കൽദായ സഭയുടെയും പൗരാണികതയുടെ സൂക്ഷിപ്പുകളുമായി നമ്മെ കാത്തിരിക്കുന്നു ഇവിടെയുള്ള മ്യൂസിയം. അപ്പോൾ ഇതും മധുബയിലുണ്ടായിരുന്നു തന്നെയാണ്. മധുബയുടെ ഇന്നർ ടെമ്പിൾ എന്ന് പറയും. സാധാരണ നമ്മൾ അച്ഛന് കയറി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഭീമ എന്ന് പറയുന്നത്. അത് മറ്റ് ചില 2 പള്ളികളിലും ഇവിടെ കാണാൻ സാധിക്കും. ഒന്ന് അപ്രയം പള്ളിയിലും കാണാം, ഒന്ന് പർവ്വതാനി പള്ളിയിലും കാണാം. കൽദായ സുറിയാനി സഭയുടെ സംഗീത പാരമ്പര്യം ഇന്ന് ഉപയോഗിക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന് ഇന്ത്യൻ ട്രഡീഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ മ്യൂസിക്കുമായി ബന്ധപ്പെട്ടൊരു ട്രഡീഷൻ അതിവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അസീറിയൻ ട്രഡീഷൻ, അസീറിയൻ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ട്രഡീഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും ഡിഫറെൻ്റ് ആണ്. 2 തരത്തിലുള്ള ഫീലിംഗ് ആണ് ഈ 2 തരം മ്യൂസിക്കിനുള്ളത്. അസീറിയൻ ട്രഡീഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു വിഷാദം തങ്ങി നിൽക്കുന്ന ഒരു തരത്തിലുള്ള ഒരു മ്യൂസിക്കൽ ട്രഡീഷനാണ് ഉള്ളത്. ഇന്ന് 2 തരത്തിലുള്ളത് ഉപയോഗിക്കുന്നുണ്ട്. ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ അസീറിയൻ ട്രഡീഷൻ എന്ന് കേൾക്കുന്നതാണ്. 30 വർഷങ്ങളായി ഇവിടെ ഈ ഒരു വെസ്റ്റേൺ ട്രഡീഷൻ അതിലുള്ള ഒരു ക്രിസ്തുമസ് കരോൾ മത്സരങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് അത് നമ്മുടെ ആളുകൾക്കുള്ള അതിനോടുള്ള ആഗ്രഹം കൊണ്ടാണ്, മിതമായ ആഗ്രഹം കൊണ്ടാണ് അത് തുടങ്ങിയത്. അതിപ്പോഴും 30 വർഷമായി നടക്കുന്നു. അതിന് ഒരുപാട് അപ്രിസിയേഷൻ മറ്റ് സഭകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം കൊയറിൻ്റെ സേവനമാണ്. ഞങ്ങളുടെ സഭ ശരിയായിട്ട് പറയുകയാണെങ്കിൽ ഒരു ജനാധിപത്യ ഭരണമാണ് അവിടെയുള്ളത്. സഭയിൽ ഇടവയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന കൈക്കാരന്മാരും അതുപോലെ 150 പേർക്ക് ഒരാൾ എന്ന രീതിയിൽ ഒരു മെമ്പർ, അങ്ങനെ അവരെല്ലാം കൂടിയതാണ് പാരിഷ് കൗൺസിൽ. നമ്മുടെ കൽദായ സഭയെ സംബന്ധിച്ച് വിശ്വാസികളുടെ പ്രാതിനിധ്യം എന്ന് പറഞ്ഞത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് അച്ഛൻ്റെ അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ഈ പാരിഷ് കൗൺസിലെ അംഗങ്ങൾക്കും മറ്റുള്ളവർക്കൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഭക്ത സംഘടനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുവജന പ്രസ്ഥാനമുണ്ട്, യുവതി പ്രസ്ഥാനമുണ്ട്, മഹിളാ സമാജമുണ്ട്, മെയ്സ് അസോസിയേഷനുണ്ട്. വിശുദ്ധ കുർബാനയിലായാലും മറ്റ് ശുശ്രൂഷകളായാലും അച്ഛന്മാരെ സപ്പോർട്ട് ചെയ്യാൻ ആത്മാരെ ഒപ്പം ഉണ്ടാവാറുണ്ട്. ആരാധന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇന്നും ഒരേ ക്രമം തന്നെ ഉപയോഗിക്കുന്ന പള്ളികൾ ഇന്ത്യയിൽ ഇന്നുള്ളത് കൽദായ സുറിയാനി സഭയും സീറോ മലബാർ സഭയാണ്. പക്ഷേ മറ്റുള്ള സഭകൾ സെൻറ്റ് ജെയിംസ് ലിറ്റർജിയാണ്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നത് മദ്ദായൻ മാർമാറി ലിറ്റർജിയാണ്. അതുകൊണ്ട് കുർബാനയിൽ എല്ലാവരും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ സഭയുടെ ഐക്യത്തിൻ്റെ പാതയിൽ ഒരുമിച്ച് പോകാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ എന്നുകൂടെ ഈ സമയത്ത് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ വിവിധ സുറിയാനി സഭകളിൽ അംഗങ്ങളായുള്ളവർ പോലും പൗരസ്ത്യ സഭകളുടെ വൈവിധ്യവും മനോഹാരിതയും ആഴത്തിൽ മനസ്സിലാക്കുന്നില്ല. ഈ പാരമ്പര്യങ്ങളുടെ സഹകരണവും ഒത്തുചേരലും പാരസ്പര്യത്തിൻ്റെ അരൂപിയായി ആത്മീയ അന്വേഷണത്തിൽ പുത്തൻ ഉണർവായി പുതുതലമുറകളിലേക്ക് പകർന്നു നൽകുവാൻ ശ്രമങ്ങൾ തുടങ്ങിവെക്കേണ്ടിയിരിക്കുന്നു. ഹസീവ